ഇതെന്റെ കേരളമല്ല, എന്റെ കേരളം ഇങ്ങനെയല്ല എന്ന് നെഞ്ചത്തടിച്ച് കരയേണ്ട അവസ്ഥ. പടത്തിന്റെ ഷൂട്ട് തുടങ്ങുമ്പോൾ നായികേനെ പിടിച്ചു നിർത്തി കൃത്യമായിട്ട് ഒരു വര ശരീരത്തിൽ വരച്ചു കൊടുത്തിട്ടുണ്ടാവും. ഒരു ജോയിന്റ് അടിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നപ്പോൾ വെളിപാടിൽ വന്ന ഒരു സ്ഥലം, അതിന് പേരിട്ടത് കേരളം എന്ന്. നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് പോലും രക്ഷപ്പെടാൻ സാധിക്കാതെ പോയ ഒരു കാട്ടപരാധം. അപ്പോൾ ഓണചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും തേക്കപ്പെട്ട സുന്ദരി എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം കാണാൻ പോയ ചിത്രം, അതാണ് പരം സുന്ദരി. നന്നായിട്ട് കാശ് പൊടിച്ച് നമ്മുടെ കേരളത്തിനെ നമ്മൾ പോലും കാണാത്ത കേരളമാക്കി മാറ്റിയ ഒരു ചിത്രം എന്ന് ഒറ്റ വാചകത്തിൽ പറയാം. ഒപ്പം നമ്മൾ പോലും ഇതുവരെ കേരളത്തിൽ കാണാത്ത ഒരു കൂട്ടം ആളുകൾ. അതിൽ ആദ്യം തന്നെ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത് ആലപ്പുഴക്കാരോടാണ്. കാരണം നിങ്ങൾ സൂക്ഷിച്ചോ, ആലപ്പുഴയിലേക്ക് കുടിയേറ്റക്കാർ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവർ വന്നിട്ട് ബീച്ചിൽ തേയില കൃഷി നടത്തും, കുട്ടനാട്ടിൽ റബ്ബറും വെക്കും. കാരണം ആലപ്പുഴയിൽ ഇപ്പോൾ മൊത്തം KL6 വാഹനങ്ങളാണ്. ഏതായാലും തിയേറ്ററിനകത്ത് പെട്ടുപോയതുകൊണ്ട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് കൂടി പങ്കുവെക്കാം. ഇതിൽ സിദ്ധാർത്ഥ് മൽഹോത്രയാണ് നായകൻ, ജാൻവി കപൂർ നായികയും. ഇതിൽ നായികനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പറയേണ്ടത് ഡ്രസ്സിങ്. അതായത് പടത്തിന്റെ ഷൂട്ട് തുടങ്ങുമ്പോൾ നായികേനെ പിടിച്ചു നിർത്തി കൃത്യമായിട്ട് ഒരു വര ശരീരത്തിൽ വരച്ചു കൊടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് ആ വരയ്ക്ക് അപ്പുറത്തേക്ക് സാരിയോ ബ്ലൗസോ പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെയായിരുന്നു സാരി ഉടുക്കൽ. മറയ്ക്കേണ്ടതൊക്കെ പുറത്ത് കാണിച്ച് അല്ലാത്തതൊക്കെ മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു സാരി ഉടുപ്പ്. പിന്നെ ഷോർട്സ് ഇട്ട് രാവിലെ ഓടാൻ ഇറങ്ങുമ്പോൾ പിടിച്ചു നിർത്തി കസവ് മുണ്ടുടിപ്പിച്ച് ഓടാൻ വിടുന്ന കുറെ കേരളത്തിലെ സദാചാര കോമരങ്ങൾ. പിന്നെ കഥാപാത്രമായിട്ട് വരുന്ന കേരളത്തിലുള്ള കുറെ ഗുണ്ടകളുമാണ് കേട്ടോ. കാമാത്തിപ്പുരയിൽ കാണുന്ന പോലത്തെ കുറെ കേരളീയ സ്ത്രീകളും. പിന്നെ നിങ്ങൾ തന്നെ ആ ChatGPT ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം കേരള ട്രഡീഷൻ എന്ന് കൊടുക്കുക, പിന്നെ ഓണം ഗെയിംസ് എന്നും കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അതെല്ലാം ഈ സിനിമയിലുണ്ട്. അതായത് കഥകളിയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഒരു വീട്ടിൽ കഥ കടച്ചിരുന്ന് ജോയിന്റ് അടിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നപ്പോൾ വെളിപാടിൽ വന്ന ഒരു സ്ഥലം, അതിന് പേരിട്ടത് കേരളം എന്ന്. തേക്കപ്പെട്ട സുന്ദരി എന്നുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് പോലും രക്ഷപ്പെടാൻ സാധിക്കാതെ പോയ ഒരു കാട്ടപരാധം എന്ന് തന്നെ പറയേണ്ടി വരും. തെങ്ങ് കയറുന്ന നായികയും നായകനും, കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മലയാളിയാണ് എന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നല്ല തടിയും കറുത്ത നിറവും കൊടവയറും എന്നുള്ള കാര്യങ്ങളൊക്കെ വേണം എന്ന് പറയുന്ന ഒരു സിനിമ. ഒന്ന് പരസ്പരം കണ്ടുമുട്ടുമ്പോഴേക്കും കാമപരവശയാകുന്ന മലയാളി നഴ്സ്, അതോടെ എന്നെ എന്ത് വേണേലും ചെയ്തോ എന്ന് പറയുന്ന നായകൻ. ഇങ്ങനെ കുറെ അൺയൂഷ്വൽ ആയിട്ടുള്ള പശ്ചാത്തലമുള്ള കേരളം. പിന്നെ ഒരു കളരി ആശാൻ ഉണ്ട് കേട്ടോ, കേരളത്തിലെ ഗുണ്ടകളുടെയൊക്കെ ആശാൻ, നമ്മുടെ രഞ്ജി പണിക്കര്. എന്നിട്ട് ഇയാൾ നിയന്ത്രിക്കുന്നത് സ്പൂണിൽ നാരങ്ങ വെച്ചുള്ള ഓട്ടം, ചാക്കിലോട്ടം, അങ്ങനെയുള്ള മത്സരങ്ങൾ. പിന്നെ ഒരു ശങ്കരൻ ട്രോഫി. എനിക്ക് ഇങ്ങേരോട് ചോദിക്കാനുള്ളത്, തനിക്കൊക്കെ ഹിന്ദിയിൽ അഭിനയിക്കണം എന്ന് ഇത്രയ്ക്ക് പൂതിയാണെങ്കിൽ ഞങ്ങൾ മലയാളികൾ പിരിവിട്ട് സ്വന്തമായിട്ടൊരു പടം പിടിക്കാനുള്ള കാശ് തരായിരുന്നല്ലോ. ഇത് ചുമ്മാ മലയാളികളുടെ പേര് കളയാനായിട്ട്. ഏതായാലും ഒരു കോഴി നായകനും പീസ് നായികയും കഥാപാത്രമായിട്ട് വരുന്ന പടം കണ്ടപ്പോൾ ഒന്നേ മലയാളികൾക്ക് പറയാൻ പറ്റൂ, നമ്മുടെ ജഗതിച്ചേട്ടൻ നെഞ്ചത്തടിച്ച് കരയുന്ന പോലെ, ഇതെന്റെ കേരളമല്ല, എന്റെ കേരളം ഇങ്ങനെയല്ല.